ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കലും കുറച്ച് ഒതുക്കി പെറുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പാത്രങ്ങളും എല്ലാം എണ്ണക്കുപ്പിയൊക്കെ ഓരോരോ സ്ഥലത്ത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതുപോലെ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും തുടച്ച് വൃത്തിയാക്കുകയാണ് ഫസ്റ്റ് തന്നെ. എല്ലാവരും രാവിലെ ചെയ്താൽ ഇത് ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഉപ്പ് കല്ലുപ്പിനെ പൊടിക്കുന്നതാണ് കേട്ടോ. ഞാൻ പൊടിയുപ്പ് വാങ്ങാറില്ല. അപ്പോൾ കല്ലുപ്പ് ഓരോ പാക്കറ്റ് എക്സ്ട്രാ വാങ്ങി വയ്ക്കും. ഇത് കഴിയുന്നതനുസരിച്ച് പൊടിച്ച് കുപ്പിക്കകത്താക്കി വെച്ച് അതാണ് ഞാൻ ഉപയോഗിക്കുക. തൈറോയ്ഡ് ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. കല്ലുപ്പ് തൈറോയ്ഡ് അളവ് കൂട്ടും. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണം. നമുക്കിവിടെ ആർക്കും തൈറോയ്ഡൊന്നുമില്ല. ഇതേവിടെ ഞാനിനി തീ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിറകെടുക്കുന്നുണ്ട്. കുറച്ച് വിറക് ഓലയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം ഒക്കെ എല്ലാം എടുത്ത് ഈ ചോറ് വെക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കാനുണ്ട്. അപ്പോൾ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനിടയിൽ പിള്ളേർ വന്നിട്ട് ഓരോന്നൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ കാര്യങ്ങളുടെ പിന്നാലെ നമുക്ക് ഇടയിലൂടെ ഒന്ന് ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ നാളായില്ലേ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. പിന്നെ പുളിയവരെയാണ് കേട്ടോ ഞാനൊന്ന് കറി വയ്ക്കാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നും ഇരിപ്പില്ല. പുളിയവര എടുത്തു നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം പെട്ടെന്ന് വറുത്തതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചു. പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് അപ്പം നീറ്റാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ പുളിയവര ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് ഒരു 4-5 വിസിലടുപ്പിക്കണം കേട്ടോ. എന്നാലാണ് കുറച്ച് വേവ് കൂടുതലുള്ളതാണ് പുളിയവര. ഇപ്പോൾ തക്കാളിയും പുളിയവരയും ഒക്കെ ഇട്ടത്. പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അതൊക്കെ ഇങ്ങ് അലക്കിയെടുത്തു. ആ സമയം കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വിസിലൊരു 4 അടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിസിലൊക്കെ വരുന്നത് ശ്രദ്ധിക്കണ്ടായിരുന്നു. അപ്പോൾ വിസിലൊക്കെ പോട്ടേന്ന് പറഞ്ഞിട്ട് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് ഒക്കെ സന്ധ്യയായില്ല, അപ്പോൾ വിളക്കൊക്കെ വെക്കണം. അപ്പോൾ പെട്ടെന്ന് രാവിലെ തുടച്ചാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് തുടച്ച് വിടുക. തുടച്ച് അടിച്ച് കേട്ടല്ലോ, പിന്നെ ഒന്ന് തുടയ്ക്കൂടെ ചെയ്യാമെന്ന് കരുതി തുടയ്ക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഓരോ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയും പിള്ളേർ കൊണ്ടുപോയിട്ടേ പിന്നെ പിള്ളേർ വിളക്കൊക്കെ വെച്ച് സച്ചുവാണ് വിളക്ക് വെച്ചത്. അത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെയാണ്. പിന്നെ അപ്പോഴത്തേനും കുക്കറിൽ നിന്ന് ഞാൻ ചട്ടിയിലേക്ക് തക്കാളിയും 2-3 പച്ചമുളകൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തിളയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ. നല്ലപോലെ തിളച്ച് തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ അരച്ചൂടെ ഒഴിക്കാം. തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ച് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അടിപൊളി കറിയാണ്. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പച്ചമുളകും ഉപ്പ്, പുളി, കുറച്ച് നമ്മുടെ നാരങ്ങയില ഒരു 10 ഉണ്ട്. അതൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു കോമ്പിനേഷൻ രീതിയിൽ തേങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ തേങ്ങയും കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു ചമ്മന്തി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ കുക്കിംഗ് വീഡിയോ, കുക്കിങ്ങിൻ്റെ പരിപാടികൾ. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ ചമ്മന്തി എന്താണോ തുറന്ന് കാണിക്കാം കേട്ടോ. ചമ്മന്തി ഉണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഞാനൊരു റെസിപ്പി ആയിട്ട് ഇടാം. ഇത് നമ്മുടെ കറി, പുളിയവര കറി. ഇതൊക്കെയാണ് ഇന്ന് വൈകിട്ട്. ചോറുണ്ട്. എല്ലാവരെയും നന്നായി നീറ്റാക്കി എല്ലാ പണിയും കഴിഞ്ഞു ഒക്കെ ആയിട്ടോ. എല്ലാവരും ഇപ്പോൾ ഞാൻ നേരെ പഠനത്തിൻ്റെ എൻ്റെ പുസ്തക ലോകത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. വേറെ ഒന്നുമല്ല, ചേച്ചിയുടെ മോൾക്ക് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. +2ൻ്റെ ബുക്കാണ്, പൊളിറ്റിക്സിൻ്റെ. ഞാനൊന്ന് റെഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കാമെന്ന് എഴുതിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഫുഡൊക്കെ കഴിക്കാം കേട്ടോ.